മാനങ്ങൾ ഉണ്ടാകുന്ന BJP അവകാശപ്പെടുന്ന ഒരു വേദിയാണ് ഈ വനിതാ സംഗമ വേദി. അത് എത്രത്തോളം അത് BJPക്ക് ഗുണകരമാക്കാനും വനിതകളുടെ സാന്നിധ്യം കൊണ്ട് വിപുലമാക്കാനും പ്രൗഢമാക്കാനും കഴിയുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. 2 ലക്ഷത്തോളം വനിതകളെ ഈ നാരീ സംഗമത്തിൽ, മഹിളാ സംഗമത്തിൽ പങ്കെടുപ്പിക്കുമെന്നാണ് BJP നേതൃത്വം അവകാശപ്പെട്ടിരുന്നത്. തേക്കിൻകാട് മൈതാനം വനിതകളെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞു എന്ന് തന്നെ പറയാം. കൂടാതെ പ്രധാനമന്ത്രിയെ കാണുന്നതിന് അല്ലെങ്കിൽ അദ്ദേഹത്തെ കൈവീശി കാണിക്കുന്നതിന്, അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്തെ ഏതാണ്ട് 8 ജില്ലകളിൽ നിന്നുള്ള BJP പ്രവർത്തകരും അനുഭാവികളും ഒക്കെയാണ് എത്തിയിരിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ സംഘടിപ്പിക്കുന്ന ഈ പരിപാടി എന്ന് പറയുന്നത് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള അല്ലെങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഒരു അനൗദ്യോഗിക തുടക്കമാണ് എന്ന് തന്നെ പറയാം. ആ അനൗദ്യോഗിക തുടക്കം രാജ്യത്തെ ഏറ്റവും സ്റ്റാറായ വ്യക്തിയെ കൊണ്ട് തന്നെ, പ്രധാനമന്ത്രിയെ കൊണ്ട് തന്നെ നിർവഹിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ അദ്ദേഹത്തെ എത്തിക്കാൻ കഴിഞ്ഞു എന്നത് BJP നേതൃത്വത്തിന്റെ വിജയമാണ്. നമുക്കറിയാം, സംസ്ഥാനത്ത് BJP പ്രതീക്ഷ വയ്ക്കുന്ന A ക്ലാസ് മണ്ഡലങ്ങളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. സുരേഷ് ഗോപി തന്നെയാകും തൃശ്ശൂരിൽ ഇത്തവണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായ കാര്യമാണ്. നേരത്തെ ഒരു തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഒരു തവണ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനും സുരേഷ് ഗോപി മത്സരിച്ചിരുന്നു. കഴിഞ്ഞ തവണ പാർലമെന്റിലേക്ക് മത്സരിച്ചപ്പോൾ 1,20,000 ചില്ലാനം വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയപ്പെട്ടത്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പുകൾക്ക് ശേഷവും മണ്ഡലത്തെ ഉപേക്ഷിക്കാതെ മണ്ഡലത്തിൽ തന്നെ അടിയുറച്ചു നിന്നുകൊണ്ട് ഏറ്റവും താഴെ തട്ടിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സുരേഷ് ഗോപിയും സുരേഷ് ഗോപി വഴിയായി BJP ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒക്കെ ശ്രമിച്ചിരുന്നു. അതിന്റെ ഒരു പ്രതിഫലം പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് BJP നേതൃത്വം പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപിയെ വീണ്ടും തൃശ്ശൂരിൽ അവതരിപ്പിക്കുന്നത് എന്ന് തന്നെ പറയാം. അവതരിപ്പിക്കുന്നതിന് വേണ്ടി പ്രധാനമന്ത്രി തന്നെ തൃശ്ശൂരിൽ എത്തിച്ചിരിക്കുന്നത്. 2 ലക്ഷം സ്ത്രീകളാണ് സംസ്ഥാനത്തെ 7 ജില്ലകളിൽ നിന്നായി എത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, തൃശ്ശൂരിനെ ഇളക്കി മറിക്കും വിധത്തിലുള്ള ഒരു മിനി പൂരം തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഈ വരവിൽ BJP ഉദ്ദേശിക്കുന്നത്. നേരത്തെ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ വേണ്ടി ഒരു മിനി പൂരം ക്രമീകരിക്കാൻ ശ്രമിച്ചിരുന്നു. SPജിയുടെയും മറ്റും ചില നിബന്ധനകൾ മൂലം അത് നടത്താൻ സാധിച്ചില്ല. എങ്കിൽ പ്രധാനമന്ത്രി വന്ന് ഇറങ്ങുന്ന വഴി സ്വരാജ് റൗണ്ട് മുതൽ അദ്ദേഹം റോഡ് ഷോ നടത്തി എത്തിച്ചേരുന്ന നായ്ക്കനാൽ വരെ, തുടർന്ന് തേക്കിൻകാട് മൈതാനത്തെ സമ്മേളന വേദിയിൽ വരെ അറിയാതെ ആളുകളെ എത്തിക്കാൻ BJP നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്രവർത്തനം തെരഞ്ഞെടുപ്പിലും നടത്താനായാൽ തീർച്ചയായും കേരളത്തിൽ BJPക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാനാവും എന്ന് തന്നെയാണ് അവർ അവകാശപ്പെടുന്നത്. പ്രത്യേകിച്ചും സുരേഷ് ഗോപിയെ പോലെ സംസ്ഥാന തലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന നേതാക്കൾ BJPയിൽ വളരെ കുറവാണ്. അങ്ങനെയുള്ള സംസ്ഥാന തലത്തിൽ തന്നെ താരപരിവേഷമുള്ള, രാഷ്ട്രീയമായും സിനിമാപരമായും ഒക്കെ താരപരിവേഷമുള്ള സുരേഷ് ഗോപിയിലൂടെ കേരളത്തിൽ നിന്ന് പാർലമെന്റിലേക്ക് ആദ്യ അക്കൗണ്ട് തുറക്കുക എന്നത് യാഥാർത്ഥ്യമാകുമെന്ന് BJP നേതൃത്വം പ്രതീക്ഷിക്കുന്നു. അതിന് കഴിയുന്ന വിധത്തിലുള്ള, അല്ലെങ്കിൽ അതിന് നിരമൊരുക്കും വിധത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഇന്നത്തെ ഈ മഹിളാ സമ്മേളനം. ക്രൈസ്തവ സഭ ഏതെങ്കിലും പ്രതിനിധികളുടെ സാന്നിധ്യം എന്തെങ്കിലും ഉണ്ടാകാനുള്ള ഇടയുണ്ടോ? ഈ കൂടിക്കാഴ്ച അതിനുശേഷം സമുദായ നേതാക്കളുമായി അത് എത്രത്തോളം സാധ്യതയുണ്ട്? ഔദ്യോഗികമായി എന്തെങ്കിലും അങ്ങനെ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? അത്തരത്തിൽ ആളുകളെ വേദിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രധാനമായും മുൻപ് പറഞ്ഞതുപോലെ ഇതൊരു നാരീ ശക്തി സമ്മേളനം അല്ലെങ്കിൽ മഹിളാ സമ്മേളനം എന്ന പേരിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സമൂഹത്തിന്റെ വിവിധ തലങ്ങളിൽ നിന്നുള്ള വനിതകളെയാണ് ഇതിൽ വേദിയിൽ തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മാത്രവുമല്ല, സദസ്സിൽ 2 ലക്ഷത്തോളം വരുന്ന സ്ത്രീകൾ മാത്രമാകും. പുരുഷന്മാർക്ക് ആർക്കും തന്നെ സദസ്സിലേക്ക് പ്രവേശനമില്ല. കൂടാതെ വേദിയിലെയും പരിസര പ്രദേശങ്ങളിലെയും സുരക്ഷ നിയന്ത്രിക്കുന്നത് ഉൾപ്പെടെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ 1000-ഓളം വരുന്ന വനിതാ പോലീസുകാരാണ്. അങ്ങനെ വനിതകൾക്ക് മാത്രമായുള്ള പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. പ്രദീപ്, പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം എത്തുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ അല്പസമയത്തിനകം തന്നെ റോഡ് ഷോയിലേക്ക് പ്രധാനമന്ത്രി കടക്കും. തീർച്ചയായും പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വാഹനങ്ങൾ കടന്നു പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. പ്രദീപ് നിൽക്കുന്ന എവിടെയെങ്കിലുമാണോ? അതുവഴിയാണോ പോകുന്നത് വാഹനം? ശ്യാമാണ് ചേരാൻ പോകുന്നത്. ശ്യാമ നടുവട്ടത്ത് നിന്ന് ശ്യാമുണ്ട്. ശ്യാമേ, പറഞ്ഞോളൂ. വാഹന വ്യൂഹം കടന്നു വരുവാണോ? തീർച്ചയായിട്ടും പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം നടത്തറയിലൂടെ കടന്നു പോയിരിക്കുന്നു. ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് കൊണ്ട് ഈ വാഹന വ്യൂഹം ഈ പറയുന്ന ആശുപത്രി ജംഗ്ഷനിലേക്ക് എത്തും. ഇരുവശത്തും വലിയൊരു ജനക്കൂട്ടം തന്നെ തടിച്ചുകൂടിയിരുന്നു. അവരെ എല്ലാവരും കൈവീശി കാണിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഇപ്പോൾ കടന്നുപോയത്. ഇനി ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ഈ പറയുന്ന ആശുപത്രി ജംഗ്ഷനിലേക്ക് എത്തും. ഇവിടെയെല്ലാം തന്നെ റോഡ് വിജനമായിരുന്നു. കൃത്യമായ രീതിയിലുള്ള സുരക്ഷയൊരുക്കി വലിയ കോൺവേയോടുകൂടി തന്നെയാണ് പ്രധാനമന്ത്രിയുടെ വാഹനം ഇപ്പോൾ കടന്നുപോയത്. അല്പസമയം കൂടി
കഴിയുമ്പോൾ ഈ വാഹനവ്യൂഹം ആശുപത്രി ജംഗ്ഷനിലെത്തും. അവിടെ നിന്ന് റോഡ് ഷോ ആയിട്ടായിരിക്കും പിന്നീട് പോവുക. എന്തായാലും കുട്ടനല്ലൂരിൽ നിന്നും ഈ പറയുന്ന 7 കിലോമീറ്റർ ദൂരം കേവലം 10 മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാവുന്നതാണ്. ആ ദൂരം അല്പ സമയം കൂടി കഴിയുമ്പോൾ ഈ പറയുന്ന ആശുപത്രി ജംഗ്ഷനിലെത്തി അവിടെ നിന്ന് റോഡ് ഷോ ആയിട്ടായിരിക്കും ഇനി പ്രധാനമന്ത്രി പോവുക. റോഡിന്റെ തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് നിന്നും വിവരങ്ങൾ നൽകിയായിരുന്നു. അതുവഴിയാണ് പ്രധാനമന്ത്രി വാഹനവ്യൂഹം അതീവ സുരക്ഷയോടുകൂടി കടന്നുപോയിരിക്കുന്നത്. അല്പസമയത്തിനകം സ്വരാജ് റൗണ്ടിലേക്ക് എത്തിച്ചേരും. അവിടെ നിന്നാണ് നായ്ക്കനാൽ വരെ റോഡ് ഷോ. 1.5 മണിക്കൂറോളം പ്രധാനമന്ത്രി നടന്ന് നീങ്ങുന്നു. റോഡ് ഷോയിലൂടെ അദ്ദേഹം വാഹനത്തിൽ പോകുമ്പോഴും അദ്ദേഹം ഇടയ്ക്ക് ഇറങ്ങി ആളുകളെ അഭിവാദ്യം ചെയ്ത് നടന്ന് നീങ്ങുന്ന കാഴ്ചയൊക്കെയാണ് നമ്മൾ പലപ്പോഴായി കേരളത്തിൽ പ്രധാനമന്ത്രി എത്തുമ്പോൾ കണ്ടിരുന്നത്. അങ്ങനെ ആവേശത്തോടു കൂടി പ്രധാനമന്ത്രി റോഡിലേക്ക് ഇറങ്ങി നടന്ന് നീങ്ങുമോ, ആളുകളെ അഭിവാദ്യം ചെയ്യുമോ എന്നൊക്കെ നമ്മൾ കാണാൻ പോവുകയാണ്. പ്രധാനമന്ത്രി ആയ ശേഷം നരേന്ദ്രമോദിയുടെ 3ാമത്തെ വരവാണ് തൃശ്ശൂരിലേക്ക്. അതുകൊണ്ട് തന്നെ BJP അത്യന്തം ആവേശത്തോടു കൂടി രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടിയും തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി BJPയുടെ പരമപ്രധാനമായ നേതാവ് എന്ന ഖ്യാതി ഉയർത്തിക്കൊണ്ടാണ് സംഘാടകർ മുന്നോട്ട് പോവുകയും അത്രത്തോളം ആളുകളെയും അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന് അവകാശപ്പെടാൻ BJPക്ക് കഴിയുന്നു. ഇപ്പോൾ സ്വരാജ് റൗണ്ടിൽ നിന്നും ബിനിൽ ചേരുന്നുണ്ട്. ബിനിൽ, സ്വരാജ് റൗണ്ടിലേക്ക് അല്പസമയത്തിനകം, ഇനി അധിക ദൂരമില്ല, പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹമാണ് അതീവ സുരക്ഷയോടുകൂടി കടന്നു വരികയാണ്. എത്രത്തോളം ആളുകളുടെ സാന്നിധ്യം ആ വഴിത്താരകളിൽ ഉണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞ സമയത്തിന് തന്നെയാണോ ഈ കാര്യപരിപാടികളൊക്കെ മുന്നോട്ട് നീങ്ങുന്നത്? എത്ര സമയം കൊണ്ട് ഈ 1.5 കിലോമീറ്റർ പിന്നിടും എന്നാണ് കരുതുന്നത്? മുദ്രാ യോജന, ഉദ്യോഗിനി സ്കീം എന്നിങ്ങനെ സമസ്ത മേഖലകളിലുമായി കാത്തു നിൽക്കുകയാണ്. 10,000-കണക്കിന് പ്രവർത്തകരാണ് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കാണാൻ വേണ്ടി മാത്രം ഈ തടിച്ചുകൂടി നിൽക്കുന്നത്. തേക്കിൻകാട് മൈതാനത്തിന് ചുറ്റുമുള്ള സ്വരാജ് റൗണ്ടിൽ തടിച്ചുകൂടി നിൽക്കുന്നത് 1.5 കിലോമീറ്ററോളം ദൂരത്തിൽ. നമ്മളിപ്പോൾ ഈ ക്യാമറയിൽ കാണുന്ന ജനറൽ ആശുപത്രി ജംഗ്ഷനിലേക്കാണ് പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം അല്പസമയത്തിനകം എത്തിച്ചേരാൻ പോകുന്നത്. ഈ ജനറൽ ആശുപത്രി ജംഗ്ഷനിൽ നിന്ന് പ്രധാനമന്ത്രി വാഹനവ്യൂഹത്തിൽ നിന്ന് പുറത്തിറങ്ങുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം കൊച്ചിയിൽ യുവപരിപാടിയിലേക്ക് എത്തിയപ്പോഴും അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി ഈ വഴിയിലൂടെ അദ്ദേഹം നടന്നു പോകുമെന്ന് തന്നെയാണ് BJP പ്രവർത്തകർ പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി ഒളിപ്പിച്ചിരിക്കുന്ന സസ്പെൻസ് എന്ത്? അദ്ദേഹം എവിടെ ഇറങ്ങിയാലും അവിടെ ജനങ്ങളെയും നാടും ഇളക്കി മറിച്ചുകൊണ്ട് കയ്യിലെടുത്തുകൊണ്ടാണ് പ്രധാനമന്ത്രി തന്റെ നീക്കങ്ങളെല്ലാം തന്നെ നടത്തുന്നത്. അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സർപ്രൈസ് എന്ത് എന്നത് കാത്താണ് ഇപ്പോൾ BJP പ്രവർത്തകരെല്ലാം തന്നെ കാത്തിരിക്കുന്നത്. പുഷ്പവൃഷ്ടി നടത്തി തങ്ങളുടെ പ്രധാനമന്ത്രിയെ ഈ തൃശ്ശൂരിന്റെ മണ്ണിലേക്ക്, വടക്കനാഥന്റെ മണ്ണിലേക്ക് സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് പ്രവർത്തകർ. ഏതാണ്ട് 3 മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഈ സ്വരാജ് റൗണ്ടിന്റെ ഇരുവശവും BJP പ്രവർത്തകരെ കൊണ്ട് തിങ്ങി നിറഞ്ഞിരുന്നു. അദ്ദേഹം ഈ വഴിയിലൂടെ തന്നെ നടന്നു പോകുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. നടന്നു പോവുകയാണ് എങ്കിൽ വലിയ ആവേശം തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാകാൻ പോകുന്നത്. ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം ഇങ്ങോട്ടേക്ക് എത്തിച്ചേരും. പ്രധാനമന്ത്രി റോഡ് ഷോയ്ക്ക് ശേഷം നേരെ പോകുന്നത് അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് കടന്നു പോകുന്ന പ്രധാനമന്ത്രി. ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ആൾക്കൂട്ടം എന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചുള്ള വലിയൊരു ആവേശമാണ്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ എത്തിയപ്പോഴൊക്കെ തന്നെ ആൾക്കൂട്ടത്തിന് ഇടയിലേക്ക് ഇറങ്ങും. കേരളവും നമ്മൾ കണ്ടതാണ്. യുവ പരിപാടി കൊച്ചിയിൽ നടക്കുമ്പോൾ തേവരയിലേക്ക് എത്തുന്ന പ്രധാനമന്ത്രി ജനങ്ങൾക്കിടയിലേക്ക് അത്യന്തം ആവേശത്തോടുകൂടി പുഷ്പവൃഷ്ടി നടത്തുന്ന ആളുകൾക്കിടയിലൂടെ നീങ്ങുന്ന കാഴ്ചകൾ പലകുറി നമ്മൾ കണ്ടതാണ്. തൃശ്ശൂരിന്റെ ആവേശഭരിതമായ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന അക്ഷര നഗരിയിലേക്ക്, സാംസ്കാരിക നഗരിയിലേക്ക് എത്തുമ്പോൾ തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട ഒരു വേദിയായി അത് മാറുകയാണ്.